നമസ്കാരം, നൈനാസ് ഫ്ലേവേഴ്സ് ആൻഡ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാളനും ഓലനും ഇല്ലെങ്കിൽ എന്ത് സദ്യയല്ലേ? ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഓലനുമായിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഓലൻ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഓലൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഓലൻ ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയെന്ന് നോക്കാം. ഒരു ചെറിയ കുമ്പളങ്ങ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, 250 ഗ്രാം വരുന്നതാണ്. പിന്നെ നമുക്ക് റെഡ് ബീൻസ് വേണം, ചുവന്ന പയറെന്ന് പറയും. അത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് വേവിക്കാൻ. 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പാലാണ്. 2ാം പാല് 1 കപ്പും 1ാം പാല് 1/2 കപ്പ്. പിന്നെ എരിവിനായിട്ട് ഒരു 4 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുമ്പളങ്ങേനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇവിടെ കുമ്പളങ്ങേനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ചെറിയ ക്യൂബ് പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വേഗം വെന്ത് കിട്ടും. അതിനായിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പച്ചമുളകിനെ ഇതുപോലെ ചെറിയ റൗണ്ട് ഷേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി അടുത്തത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പയർ വേവിക്കാൻ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഈ പയർ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഒരു 5 വിസിൽ മതിയാവും ഇത് വെന്ത് കിട്ടാൻ. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങ ചേർത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന 2ാം പാല് അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമ്മളൊരു 7-8 മിനിറ്റ് ഇത് നമ്മൾ അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ ഒരുപാട് വെന്തുടഞ്ഞു പോകാതെ കിട്ടാനാണ് ഞാനൊരു 7-8 മിനിറ്റ് എന്ന് പറഞ്ഞത്. ഇപ്പം ഇത് കറക്റ്റ് പരുവത്തിന് കിട്ടും. നമുക്ക് നോക്കാം. ഇപ്പം ഇതൊരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. നന്നായിട്ട് വറ്റി കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഓരോ പീസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വെന്തുടഞ്ഞു പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്നൊന്നായി അരിക്കണം. പയർ വേവിച്ചത് ഉടഞ്ഞു പോകാതെ എടുക്കണം. എന്നിട്ട് ഇതിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ചൂടായാൽ മാത്രം മതിയാകും. നമ്മളിപ്പോൾ ചിലർ കുമ്പളങ്ങയും പയറും കൂടി ഒരുമിച്ചിട്ട് വേവിക്കും. അങ്ങനെ ഒരുമിച്ചിട്ട് വേവിക്കുമ്പോൾ ആ കുമ്പളങ്ങ ഇതുപോലെ വൈറ്റ് കളറിൽ കിടക്കില്ല. പയറിൻ്റെ ആ ഒരു കളർ ബ്രൗൺ കളറും കൂടി ചേർന്ന് കുമ്പളങ്ങയും കൂടി ബ്രൗൺ ആയിപ്പോവും. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഈ 1ാം പാലും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചൂടായി മാത്രം വന്നാൽ മതി. അപ്പോൾ നമ്മുടെ ഓലൻ റെസിപ്പി റെഡിയാവും. അപ്പം നമ്മൾ ഒരുമിച്ചിട്ട് വേവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് ഒരു ബ്രൗൺ കളറിലിരുന്നേനെ. അപ്പോൾ ഓലൻ എപ്പോഴും ഒരു വൈറ്റ് കളറിനാണ് എപ്പോഴും കാണാനൊരു ഭംഗി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്താൽ മാത്രം മതിയാവും. വേറെ ഒന്നും ചേർക്കണ്ട. അപ്പോൾ ഓലൻ റെസിപ്പി വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തു തീർക്കാൻ പറ്റും. കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കിനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ ഓലൻ റെസിപ്പി. സദ്യയിലൊക്കെ വളരെ പ്രധാനമായിട്ട് വിളമ്പുന്ന ഒരു റെസിപ്പിയാണ് ഈ ഓലൻ റെസിപ്പി. എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കണ്ട. അതുപോലെ എൻ്റെ വീഡിയോയും റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.